നമസ്തേ. കഴിഞ്ഞ വീഡിയോയിൽ ധർമ്മദേവൻ്റെ കോടതിയിലെ ഒരു കേസ് വിസ്താരത്തെക്കുറിച്ച് പറയാം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ആ കഥ നമുക്കൊന്ന് അനുസ്മരിക്കാം. ധർമ്മദേവൻ്റെ ആ കോടതിയിലെ പരാതിക്കാരൻ ഒരു ബ്രാഹ്മണനാണ്. പ്രതിയായിട്ട് വന്നിരിക്കുന്നത് ഒരു പട്ടിയുമാണ്. ധർമ്മദേവൻ ബ്രാഹ്മണനോട് ചോദിച്ചു, എന്താണ് പരാതി? അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഈ പട്ടി എൻ്റെ ഊണ് കഴിക്കുന്ന ഇല നക്കി അശുദ്ധമാക്കി എൻ്റെ ഊണ് തടസ്സപ്പെടുത്തി. അത് പാടില്ലാത്തതാണ്. ഊണ് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തടസ്സമുണ്ടാക്കുക ഒട്ടും നല്ല കാര്യമല്ല. അപ്പോൾ ധർമ്മദേവൻ പട്ടിയോട് ചോദിച്ചു, ഈ ബ്രാഹ്മണൻ പറയുന്നത് ശരിയാണോ? അപ്പോൾ പട്ടി നിഷേധിച്ചു. അപ്പോൾ വീണ്ടും ബ്രാഹ്മണനോട് ധർമ്മദേവൻ ചോദിച്ചു, പട്ടി അത് സമ്മതിക്കുന്നില്ലല്ലോ. അപ്പോൾ ബ്രാഹ്മണൻ ആവർത്തിച്ച് പറഞ്ഞു, ഒന്നുകൂടി അത് ഉറപ്പിച്ചു. അപ്പോൾ ധർമ്മദേവൻ്റെ അടുത്ത ചോദ്യം പട്ടിയോട് തന്നെയായി. ബ്രാഹ്മണൻ വീണ്ടും അത് തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ പട്ടി പറഞ്ഞു, ബ്രാഹ്മണൻ പറയുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ എച്ചിലയാണ് നക്കിയത്, ഊണ് കഴിക്കുന്ന ഇല നക്കിയിട്ടില്ല. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രാഹ്മണർ സാധാരണ ഊണ് കഴിക്കുമ്പോൾ ചോറൊക്കെ വിളമ്പിക്കഴിഞ്ഞാൽ വലത്തെ കയ്യിൽ കുറച്ച് വെള്ളം വാങ്ങിക്കും. ആ വെള്ളം വാങ്ങിച്ചിട്ട് മന്ത്രം ജപിച്ച് ആ വെള്ളത്തോടു കൂടി ആ ഇല ഒന്ന് വളയ്ക്കും വട്ടത്തിൽ. അത് കഴിഞ്ഞാൽ വീണ്ടും കയ്യിൽ വെള്ളം വാങ്ങിച്ച് ആ ചോറ് ഒന്ന് തൊട്ട് നോക്കും. മൂന്നാമത് വീണ്ടും വലത്തെ കയ്യിൽ വെള്ളം മേടിച്ച് മന്ത്രത്തോടു കൂടി അത് കുടിക്കും. അതിനുശേഷമാണ് ഊണ് തുടങ്ങുന്നത്. ഇങ്ങനൊരു ചടങ്ങുണ്ട്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ, ആ വളയ്ക്കൽ തുടങ്ങിയാൽ ഇടത്തെ കൈ കൊണ്ട് ഇല തൊട്ടിട്ടുണ്ടാവും. അപ്പോൾ വലത്തെ കൈ കൊണ്ട് ഊണ് കഴിക്കുമ്പോൾ ഇടത്തെ കൈ ഇലയിൽ എപ്പോഴും സ്പർശിച്ചിട്ടുണ്ടാവും. ഇനി ഇടത്തെ കൈ എപ്പോഴെങ്കിലും ഉയർത്തുകയാണെങ്കിൽ വലത്തെ കൈ കൊണ്ട് ഇല തൊട്ടിട്ടുണ്ടാവും. അതായത് ഈ ചടങ്ങിന് ശേഷം രണ്ട് കൈയും കൂടി ഇലയിൽ നിന്ന് വിട്ട് പാടില്ല എന്നാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഇല എച്ചിലായി, പിന്നെ ഊണ് കഴിക്കരുത് എന്നാണ്. അപ്പോൾ പട്ടി പറയുന്നത്, ബ്രാഹ്മണൻ രണ്ട് കൈയും ഇലയിൽ നിന്ന് ഉയർത്തി, അപ്പോൾ അത് എച്ചിലയായില്ലോ. എച്ചില നക്കാനുള്ളതായ അനുവാദം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞാനത് നക്കിയെന്നുള്ളൂ. അതുകൊണ്ട് ബ്രാഹ്മണൻ്റെ ഊണ് കഴിക്കുന്നതല്ല ഞാൻ നക്കിയിട്ടില്ല. അത്രയും വിസ്തരിച്ച് കാര്യങ്ങൾ പട്ടി പറഞ്ഞ സമയത്ത് ധർമ്മദേവൻ അത്ഭുതമായി. ധർമ്മദേവൻ ആ പട്ടിയോട് ചോദിച്ചു, ഇങ്ങനെ ആണെങ്കിൽ, ഇത്രയും അറിവുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പട്ടിയുടെ ജന്മം കിട്ടിയത്? അപ്പോൾ ആ പട്ടി പറഞ്ഞു, അത് എൻ്റെ കഴിഞ്ഞ ജന്മത്തെ കർമ്മഫലമാണ്. അതെന്താണെന്ന് ആ പട്ടി വിസ്തരിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരു ബ്രാഹ്മണനായിരുന്നു, ഒരു ശിവൻ്റെ അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു. സാധാരണയായിട്ട് വൈകുന്നേരം ശാന്തിയൊക്കെ കഴിഞ്ഞ് നട വരുമ്പോൾ ഇരുട്ടായിട്ടുണ്ടാവും. വെളിച്ചം കാണിക്കാനായിട്ട് വിളക്കുമായിട്ടൊരു വാരര് ഒപ്പം ഉണ്ടാവും. ആ വാരരുടെ കയ്യിൽ ഒരു ഗ്ലാസ് വിളക്കുണ്ടാവും. ഇപ്പോൾ ആൾക്കാർക്ക് കണ്ടുപരിചയം ഉണ്ടാവില്ല. ഒരു ചില്ലിൻ്റെ ഗ്ലാസ്, അതിൽ കുളത്ത് പോലെ ഒരു കമ്പി വളച്ചിട്ടുണ്ടാവും. തൂക്കി പിടിക്കാനൊരു കുളത്തും ഉണ്ടാവും. ആ ഉള്ളിൽ വളച്ചിട്ടുള്ള കമ്പിയിലാണ് തിരി വയ്ക്കുക. എണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്യുക. ഇന്നത്തെ പോലെ ടോർച്ചൊക്കെ സാധാരണമല്ലാത്തൊരു കാലമാണ്. അപ്പോൾ ആ വെളിച്ചത്തിലാണ് ഞാൻ
പോവാറുള്ളത്. സാധാരണയായിട്ട് വാരര് നടയിലൊക്കെ അടച്ചു കഴിഞ്ഞതുകൊണ്ട് ആ ഗ്ലാസ്സിലേക്ക് ആ പുറത്തുള്ള കല്ലുവിളക്കിലെ എണ്ണ വടിച്ചങ്ങോട്ട് വീഴ്ത്തും. എന്നിട്ടാണ് വിളക്ക് കത്തിക്കുക. ആ വാരര് കാണിക്കുന്ന ആ വെളിച്ചത്തിൽ ആണ് ഞാൻ പിന്നാലെ പോകാറുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ ജന്മം പട്ടിയാവേണ്ടി വന്നത്. അപ്പോൾ ആ ബ്രാഹ്മണൻ ചെയ്ത പാപം എന്താണ്? ദേവൻ്റെ വിളക്കിലെ എണ്ണ ഒഴിച്ച് കത്തിച്ച വിളക്കിൻ്റെ വെളിച്ചം കണ്ടുപോയി എന്നാണ്. അപ്പോൾ ആ പാപത്തിൻ്റെ ശക്തി രീതി ഒന്ന് മനസ്സിലാക്കണം. ഒന്നുകൂടി നമ്മൾ നോക്കാം. ദേവൻ്റെ വിളക്കിലെ എണ്ണ ഒഴിച്ച് കത്തിച്ചതായ വിളക്കിൻ്റെ വെളിച്ചം കണ്ടുപോയ പാപത്തിനാണ് ബ്രാഹ്മണന് ഈ ജന്മത്തിൽ പട്ടിയായിട്ട് ജനിക്കേണ്ടി വന്നത്. അത്ര പോലും ദേവൻ്റെ വസ്തുക്കൾ നമ്മൾ എടുക്കരുത്, ഉപയോഗിക്കരുത് എന്നർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ സ്വത്ത് ഭൂമിയായാലും പണമായാലും സ്വർണമായാലും ഒക്കെ അപഹരിക്കുന്നവർക്ക് ധർമ്മദേവൻ്റെ അടുക്കൽ എത്തുമ്പോൾ കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും എന്ന് ആലോചിക്കാനേ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആർക്കും തോന്നാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. നമസ്കാരം.